സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. മത്തായി 4:5 വാക്യം. യേശു ലോകത്തിലേക്ക് വന്ന വെളിച്ചമെന്ന് യെശയ്യാ പറഞ്ഞത് ഉദ്ധരിച്ചാണ് മത്തായി യേശുവിൻ്റെ ആഗമനത്തെ വിവരിച്ചത്. വീട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. മത്തായി 4:14-15 വാക്യങ്ങൾ. യെശയ്യാവ് 9:2. നാം മരണത്തെ നിഴലിൽ ഇരിക്കുന്നിടത്തോളം പാവത്തിന് സ്വാധീനം നമുക്കുണ്ട്. എന്നാൽ ഈ നിഴലിൽ പ്രകാശിക്കുന്ന യേശുവാണ് പ്രചോദിക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചം. യോഹന്നാൻ 1:4-5 വാക്യങ്ങൾ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും ആദരയുടെയും സൂര്യപ്രകാശം വീട്ടിലെ കടന്നു വരുന്നു. നമ്മുടെ നാടുകളെ പ്രകാശിപ്പിക്കുകയും ഹൃദയങ്ങളെ പ്രത്യാശയാൽ തിളങ്ങാതാക്കുകയും ചെയ്യുന്ന പ്രകാശ തടാകം സൃഷ്ടിച്ചുകൊണ്ട്. എന്തിരിട്ടാണ് നിങ്ങളുടെ നാവിനെ മേഘാവൃതമാക്കുന്നത്? ഈ മേഘങ്ങളെ നീക്കി യേശുവിൻ്റെ സാന്നിധ്യവും സ്നേഹവും ആകുന്ന പ്രകാശം നിങ്ങൾക്ക് സന്തോഷവും പ്രത്യാശയും പ്രദാനം ചെയ്യുവാൻ നിങ്ങൾ അനുവദിക്കുമോ? പ്രാർത്ഥിക്കാം. യേശുവേ, പ്രശസ്തമായ ലോകത്തിൽ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമാണ്. എന്നെ ഇരുളിൽ നിന്നും അങ്ങയുടെ മഹിമയാർന്ന പ്രകാശത്തിലേക്ക് ഉയർത്തി നിർത്തുന്ന സ്നേഹം എനിക്ക് നൽകണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.